ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയായ എന്നെ രാജു ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയാതെ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കില്ല. രാജു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം, എന്നെ മാത്രം. വരച്ചു കഴിഞ്ഞ മോളെ ഇപ്പൊ തീരും. ആ ധൃതി വെക്കണ്ട, പതുക്കെ മതി കേട്ടോ. ഞാൻ കൊണ്ടുവെക്കാം മാഡം. ഇങ്ങ് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം. ശരി. രാധമ്മ പറഞ്ഞ മിക്സി അതാരാ മോളെ? അതിന്റെ ഡ്രൈവറാ രാധമ്മ. മിക്സി നല്ല കമ്പനിയാ. രാധമ്മ നോക്കി. അതെന്തോന്ന്? ഇത് ഐശ്വര്യനുള്ള ഫ്രൂട്ട്സാ, ഞാൻ കൊടുത്തോളാം. കത്തുന്ന വിറക് പോലെ ഇവളുടെ മനസ്സ്. ശകല എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും പപ്പടവട ദാനം തന്നവളല്ലേ. ഈ കൃതികയുടെ പോക്ക് ഒട്ടും ശരിയല്ല. അഹങ്കാരം കയറി തലയ്ക്ക് പിടിച്ചിരിക്കുക. വലിയ സൂര്യമംഗലത്തെ കൊച്ചുതമ്പുരാട്ടിയാണ്, കോടീശ്വരിയാണെന്നും ഉള്ള ഭാവം. ഇതുവരെ രാജമോനായിരുന്നു ഇവളുടെ ഡ്രൈവർ. ഇപ്പൊ അവനെ മാറ്റിയതേ പുതിയ ഡ്രൈവറെ വെച്ച്. പെണ്ണിന് അഹങ്കാരം കയറിയാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ പാഞ്ഞോണ്ടേയിരിക്കും. പാവൻ രാജു. ആ പാവം. ആ കൊച്ചിനോട് ദേഷ്യപ്പെട്ടതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. എത്ര കരിമരുന്നിട്ടിട്ടും ശരിക്കങ്ങോട്ട് കത്തുന്നില്ലല്ലോ. രാധമ്മേ, മരുമോളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ നിങ്ങൾക്ക് ആപത്താ രാധമ്മേ. കുടുംബം നശിച്ചു പോവും. അത്രയ്ക്ക് തല തെറിച്ചവൾ ആ കൃതിക. മിണ്ടി പോരുത്. മര്യാദ കേട്ട് പറയുന്നു. എന്റെ മകനും മരുമകളും തമ്മിൽ ഒരു പ്രശ്നമില്ല. അവര് തമ്മിൽ തല്ലി പിരിയുമെന്ന് ആരും മോഹിക്കും വേണ്ട. മോനുമായിട്ട് പെരുമാറുമ്പോ മറ്റുള്ളവരെ തലേ കയറുന്നു. അല്ല പിന്നെ വെറുതെ ഇരുന്ന് അവളുടെ അണ്ണാക്കിൽ കൈയിട്ട് കടിയും മേടിച്ച്. ഓ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഈ പപ്പടം അവിടെ ഒരു സുമാറും ഇല്ല. അമ്മാവാ, ഞാൻ വരച്ചു കഴിഞ്ഞു. ആഹാ കൊള്ളാലോ. കൺഗ്രാചുലേഷൻസ്. ഇതിന് 10ൽ 10 മാർക്ക്. ഐഷു, ഐഷു കുട്ടിക്ക് ചോക്ലേറ്റ്. ഹായ്, താങ്ക് യു ആന്റി. ശരി, പൊയ്ക്കോ. രാജു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മേഡം? രാജു എന്റെ അച്ഛനെ ഫോളോ ചെയ്തതാണോ അതോ എന്നെ ഫോളോ ചെയ്തതാണോ? എന്നോട് ഇഷ്ടമില്ലാത്തവരെ ഫോളോ ചെയ്യേണ്ട കാര്യം എനിക്കെന്താ മേഡം? പിന്നെ എന്നെ തിരക്കി എന്റെ പുറകെ വന്നത് എന്തിനാ? ഞാൻ മാഡത്തെ തിരക്കിയല്ല വന്നെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഞാൻ പോയ അതേ സ്പോട്ടിലേക്ക് രാജു വന്നല്ലോ. അതെന്തിനാണെന്നാ ചോദിച്ചത്. വർമ്മ സാറ് ടെൻഷനോട് പോകുന്നുണ്ടപ്പോ കാര്യം അറിയാൻ ഞാൻ പിന്നാലെ പോന്നതാ. അച്ഛനും മകളും കൂടെ ഒരേ സ്ഥലത്ത് വന്ന് ചേരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു.
എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത ആള് എന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്തിനാണെന്നാ എനിക്കറിയേണ്ടത്. ഭാര്യയായിട്ട് അംഗീകരിക്കാനാണല്ലോ മാഡം മാഡത്തെ ഞാൻ താലിയിട്ടത്. വെറുതെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് അവൾ അയാളുടെ ഭാര്യയാകൂ? ഭാര്യയ്ക്ക് അവളുടേതായ ചില അവകാശങ്ങളില്ലേ, ആഗ്രഹമില്ലേ? അതോ ഭാര്യയെന്ന് വെച്ച വേറൊരു മരപ്പാവയാണെന്നാണോ കരുതിയിരിക്കുന്നത്? മാഡം ഞാൻ കഴുത്തിൽ തൊടലിട്ട് കൂട്ടിലടച്ച് മനുഷ്യർ പെറ്റ്സിനെ വാങ്ങി വളർത്താറുണ്ട്. ഞാൻ അത്ര ഒരു ജീവിയാണെന്ന് രാജു കരുതിയോ? ആണും പെണ്ണും ഒരുപോലെ മനുഷ്യരാ. തുല്യ അവകാശം, തുല്യ നീതി. അത് കിട്ടിയില്ലെങ്കിൽ ഏത് പെണ്ണും പൊട്ടിത്തെറിക്കും. മാഡം മാഡം എന്നോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക, സത്യം എന്താണെന്നറിയാതെ. ആ യുദ്ധം മാഡം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ. ഭാര്യയായ എന്നെ രാജു ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയാതെ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കില്ല. രാജു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം, എന്നെ മാത്രം. അവിടെ നിൽക്ക്. അല്ല എന്താ ഇവിടെ? അല്ല, ഒരു പഴുതാര ഇതിലേ ഓടിപ്പോണത് കണ്ട് ഞാൻ അതിന് തല്ലിക്കൊല്ലാൻ പിറകെ ഓടി വന്നതാ. പഴുതാര അളിയന്റെ അമ്മയായിരിക്കും. അല്ല, നിങ്ങളെ കുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സഹായത്തിന് ഒരുമ്പെട്ടതാ. ഇത്രയും പ്രായമായിട്ട് ഒരു മാനവും മര്യാദ ഇല്ല അളിയന്റെ അമ്മയ്ക്ക്. അല്ലേ, ഞാൻ എന്താ മര്യാദയുടെ കാണിച്ച്? പഴുതാരയെന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ച്, അല്ല അതിപ്പോ കുറ്റമായ? പറയുന്ന കേട്ടാത്തൊന്നും രാജവെമ്പാലിൽ നിന്നാ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കിയത്. ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുതെന്ന് 100 വട്ടം ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ചെയ്തു പോവും. ഞാൻ അങ്ങനെ ആയി പോയില്ലേ? വീണടുത്ത് കിടന്ന് വിദ്യ കാണിക്കില്ലേ? അളിയന്റെ അമ്മേ എനിക്ക് ശരിക്കറിയാം. എന്റെ അടുത്ത് നിങ്ങളുടെ അഭ്യാസം കൊണ്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. എന്റെ പൊന്നുമോനെ, രാജമോനെന്ന് വെച്ചാ എനിക്ക് ജീവനാ. അത് എന്റെ മോനോട് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും മോനോട് എനിക്ക് ഇത്രയും ഇഷ്ടം വരാൻ കാരണം. രാജമോഹൻ എന്നെ കുറ്റം പറഞ്ഞാലോ തെറ്റിദ്ധരിച്ചാലോ എനിക്ക് സഹിക്കില്ല. അയ്യോ പകലേ